Hi friends, welcome all to my review channel. നമ്മൾ ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമ നാഗശ്വിൻ ഡയറക്റ്റ് ചെയ്ത് ലെജൻഡറി ആക്ടേഴ്സായ അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ഇവർക്ക് പുറമെ ദീപിക പദുക്കോൺ, പ്രഭാസ് എന്നിവർ തകർത്തഭിനയിച്ച ബ്രഹ്മാണ്ഡ ചിത്രം കൽക്കി. പെട്ടെന്ന് തന്നെ നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. നമ്മുടെ റിവ്യൂലോട്ട് പോകുന്നതിന് മുന്നേ ഒരു ഷോർട്ട് ഫിലിം, ഒരു ആക്ഷൻ സീക്വൻസ് ഉള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു വാട്ടർ ബേസ് ചെയ്ത് ഒരു ടോപ്പോഗ്രഫിയിൽ നടക്കുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ആണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ പ്രമേയം. ഒരു 1 മിനിറ്റ് ഉള്ള ഷോർട്ട് ഫിലിമാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, താല്പര്യമുള്ളവർ കയറി കാണുക. ഒരു ആക്ഷൻ, സൈഫൈ, ഡ്രാമ, ഫാൻറ്റസി, ത്രില്ലർ ജോണറിൽപ്പെട്ട ഒരു സിനിമയാണ് കൽക്കി. ഒരു മിക്സഡ് ജോണറാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാത്തരം പ്രേക്ഷകരെയും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബ്രഹ്മാണ്ഡ രീതിയിൽ ത്രസിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് കൽക്കി. മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമായ കൽക്കിയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്രയുമുള്ള നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞ കഥകളെല്ലാം പ്രീ റിട്ടേൺ ആയിരുന്നു. പക്ഷേ ഈ 10ാമത്തെ അവതാരം ഇനി നടക്കാൻ പോകുന്ന കഥയായതുകൊണ്ട് എവിടെയും എഴുതി വെച്ചിട്ടുള്ള ഇങ്ങനെ ഒരു അവതാരം ജനിക്കുമെന്നും അത് ഒരു ഡയറക്ടറിൻ്റെ തലയിൽ വന്നൊരു ഡ്രീമായിട്ടാണ് ആ പടം പിടിച്ചു വെച്ചിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ. 2 പാർട്ടായിട്ടാണ് ആ പടം വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ കൽക്കി ജനിക്കാൻ പോകുന്നതിൻ്റെ പ്രതിസന്ധിയാണ്. ജനിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ഇയറിലാണ് ജനിക്കാൻ പോകുന്നത്. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ത്രസിപ്പിക്കുന്ന ഭാഗം അത് തന്നെയാണ്. നമ്മുടെ ഫ്യൂച്ചറിലെ വേൾഡ് എങ്ങനെയായിരിക്കും, ആ ഒരു വേൾഡ് എങ്ങനെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും, അന്നത്തെ പൈസ എന്തായിരിക്കും, അന്നത്തെ പ്രശ്നങ്ങൾ എന്തായിരിക്കും, അന്നത്തെ ജീവിതങ്ങൾ എങ്ങനെയായിരിക്കും, അന്നത്തെ ഡ്രസ്സ് എങ്ങനെയായിരിക്കും, ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയായിരിക്കും, മനുഷ്യൻ എങ്ങനെയായിരിക്കും ഇവോൾവ് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു ജിജ്ഞാസ ഒട്ടും കളയാതെ തന്നെ ഈ പടം നമ്മളെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ പടത്തിൻ്റെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ഈ ഡയറക്ടറിൻ്റെ ആ വിഷനോടൊപ്പം നിന്ന് ആർട്ട് പ്ലസ് VFX ടീം, ഹാറ്റ്സ് ഓഫ് ടു യു. വലിയൊരു താരനിര തന്നെയുണ്ട്. മലയാളത്തിൽ നിന്ന് ദുൽഖർ സൽമാൻ ഉണ്ട്, ശോഭനയുണ്ട്, അനബനുണ്ട്. അങ്ങനെ വലിയൊരു താരനിര തന്നെ മിക്ക ടോളിവുഡിൽ നിന്നാലും മോളിവുഡിൽ നിന്നാലും ഹോളിവുഡിൽ നിന്നാലും എല്ലാവിടെ നിന്നും ഓരോരോ ആൾക്കാർ ഇങ്ങനെ പ്രധാനപ്പെട്ട കാസ്റ്റിംഗ് ഉണ്ട്. വളരെ ഒരു മികച്ച വലിയൊരു കാസ്റ്റിംഗ് ആണ്. ഒരു ക്യാരക്ടേഴ്സ് നമുക്ക് വെറുതെ ഇങ്ങനെ കൊണ്ട് ഒരു പ്ലേസിങ് ആയിട്ടില്ല. ആകെ ഒരു കല്ലുകടിയായിട്ട് വന്ന ഒരു കാസ്റ്റിംഗ് ദിശ പട്ടാണിൻ്റെ ഒരു കാസ്റ്റിംഗ് ആണ്. ഒരു ഹീറോയിൻ സോങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തു അങ്ങനെ പോയി. ബാക്കി എല്ലാ ക്യാരക്ടറും പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും ആ ക്യാരക്ടർ വന്നു പോകുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഡയറക്ടറും അതിൻ്റെ സ്ക്രിപ്റ്റിൽ വരച്ചിടാൻ സാധിച്ചിരിക്കുന്നു. മിത്തോളജിയും ഒരു മോഡേൺ ടെക്നോളജിയും ഒരു ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്കൊരു ഫീസ്റ്റ് തരുന്നൊരു രീതിയായിരുന്നു ഈ സിനിമ. വളരെയധികം ഒരു വിഷ്വൽ ട്രീറ്റ് കൂടിയാണ് ഈ സിനിമ. ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ ആ വേൾഡ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ ത്രസിച്ചു പോകും. സെക്കൻഡ് ഹാഫിൽ കുറേ ഗൂസ് ബം സീനും അതിൻ്റെ ക്ലൈമാക്സിൽ ട്വിസ്റ്റും ഒക്കെ ആയിട്ട് അതിഗംഭീരമായിട്ടുള്ള സിനിമയായിട്ടാണ് ബ്രഹ്മാണ്ഡ പടം എടുത്തു വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനൊരു സിനിമ വന്നത് തന്നെ ഒരു ജസ്റ്റ് ഇറ്റ്സ് എ കിക്ക് ഓഫ് സ്റ്റാർട്ടിങ് ഓഫ് ഇന്ത്യൻ സിനിമ ടു ദ വേൾഡ് ക്ലാസ് ലെവൽ. ആ ഒരു ലെവലിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് കണ്ട് വളരെ സന്തോഷത്തിലാണ് ഈ റിവ്യൂ എന്ന്. ഡയറക്ഷൻ ഒരു രക്ഷയില്ലാത്ത ഡയറക്ഷനായിരുന്നു. ആ ഡയറക്ടറിൻ്റെ ആ വിഷൻ അത് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഓഫ് ഓൾ ഇതിൻ്റെ VFX അതിഗംഭീരമായിട്ട് VFX ചെയ്തിട്ടുണ്ട്. തേർഡ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ട് വർക്ക് എടുത്ത് പറയേണ്ടതാണ്. കോസ്റ്റ്യൂം ഡിസൈനിങ് ഒരു രക്ഷയില്ല. അതിൻ്റെ എഡിറ്റിംഗ് നല്ല രസമായിട്ടുണ്ട്. എല്ലാം അതിൻ്റെ പോസിറ്റീവ് വശമുണ്ടോ, എല്ലാ ടെക്നിക്കൽ വശവും അതിൻ്റെ പോസിറ്റീവ് വശമായിട്ട് എടുത്തെടുത്ത് പറയേണ്ട ഒരു രീതിയിലുള്ള സിനിമയാണ്. നെഗറ്റീവ് വശങ്ങളോട് എടുത്ത് പറയണമെങ്കിൽ പ്രഭാസിൻ്റെ ഫസ്റ്റ് ഹാഫിലെ കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഇച്ചിരി ഒരു എന്താ പറയുക, ഒരു കോമഡിക്ക് വേണ്ടി കൊടുത്തതാണ്. പക്ഷേ പടത്തിൻ്റെ ഒരു കല്ലുകടിയായിട്ട് ആ ഫീലൊക്കെ കളയുന്നുണ്ടെങ്കിലും പിന്നെ രണ്ടാമത് അതിൻ്റെ ദിശ പട്ടാണി വന്നൊരു ഹീറോയിൻ സോങ് മെറ്റീരിയൽ പോലെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഇത് രണ്ടും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പടം അതിഗംഭീരമായിട്ടുണ്ട്. ഒരു സാധാരണ പ്രേക്ഷകർക്ക് വളരെയധികം എൻജോയ് ചെയ്ത് തിയേറ്റർ മസ്റ്റ് വാച്ച് ആയിട്ടൊരു സിനിമയാണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇത് OTT വന്നാൽ കൂടി നമുക്ക് ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. പക്ഷേ അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മുടെ മഹാഭാരതത്തിൻ്റെ യുദ്ധത്തിൻ്റെ ചില എപ്പിക് സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാണ്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ. ഒരു രക്ഷയില്ല. ദിസ് ഈസ് എ സൈൻ ഓഫ് ദാറ്റ് സംതിങ് ബിഗ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ മൈ ഇന്ത്യൻ സിനിമ. ലൈക്ക് ദിസ് ഈസ് ജസ്റ്റ് എ സ്റ്റാർട്ടിങ്. അങ്ങനെ ഒരു സൈൻ പറയുന്നൊരു സിനിമ കൂടിയാണ്. മലയാളം വെർഷനാണ് ഞാൻ കണ്ടത് കൽക്കിൻ്റെ. അത് ഡബ്ബിങ് ഒട്ടും എന്താ ബോറടിക്കുന്നില്ല. ഒരു കല്ലുകടിയില്ലാണ്ട് നല്ല രീതിക്ക് തന്നെ ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡബ് ചെയ്ത് വെച്ച ഓരോ ഡയലോഗ്സും എല്ലാം റിട്ടേൺ ചെയ്ത് തർജ്ജമ ചെയ്തൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. അത് ഒട്ടും അനവസരമില്ലാണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളം വെർഷൻ കണ്ടാൽ തന്നെ അത്യാവശ്യം നല്ലൊരു രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റും തന്നെ ഞാൻ പറയുന്നു. ഇന്നർ ലെയറിൽ പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കാണിക്കുന്ന ഭൂമിയോട് കാണിക്കുന്ന മനുഷ്യരാശി ഭൂമിയോട് കാണിക്കുന്ന കുറേ കാര്യങ്ങൾ ലൈക്ക് ഡീഫോറസ്റ്റേഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെ കുറേ പൊല്യൂഷൻ നമ്മൾ ഈ ഭൂമിയോട്
നമ്മളോട് കാണിക്കുന്നത്. അതൊക്കെ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് വളരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ഈ പടം വിളിച്ചു പറയുന്നുണ്ട്. ഭാവി എങ്ങനെയായി തീരുമെന്നും നമ്മൾ ഈ കാണിക്കുന്ന തോന്നിവാസത്തിന് ഈ പടം വളരെ ഗംഭീരമായി വരച്ച് കാണിക്കുന്നു. അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു നമുക്കൊരു താക്കീതും കൂടി ഈ പടം തരുന്നു. അങ്ങനൊരു നല്ലൊരു അഡ്വൈസും കൂടി ഈ പടം തരുന്നത് കാണുമ്പോൾ അതും കൂടി കുറച്ചും കൂടി ഈ പടത്തിന് തിളക്കം കൂട്ടുന്നു. ഈ ഒരു പടം 600 കോടിയിലാണ് വരുന്നത്. ഡെഫിനറ്റ്ലി ഇത് 600 കോടി കഴിയും. ഇത് ഏറ്റവും വലിയ കളക്ഷനായിട്ട് ഉയരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ടീം. ദാറ്റ് വാസ് എ ഗുഡ് മൂവി ടു വാച്ച് ഇൻ എ തിയേറ്റർ എക്സ്പീരിയൻസ്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് മൈ റിവ്യൂ. വിൽ ബി ബാക്ക് വിത്ത് അനദർ റിവ്യൂ. അൺടിൽ ദെൻ ബൈ.